നമ്മളെ സ്ഥലങ്ങളിൽ തന്നെയാണ് അതിന് സൗകര്യം കൊടുത്തത്. ടീപ്പിന്റെ എന്റെ സ്ഥലമില്ലല്ലോ. ഞാൻ എന്റെ നാട്ടിൽ അങ്ങനെ ഒരു യൂണിറ്റേ ഇല്ല. എന്റെ നാട്ടിൽ നമ്മളെ ലേണിംഗ് QHLS ആണ്. ഈ QHLSന്റെ പഠനമല്ലാതെ അവിടെ വേറൊന്നുമില്ല. ചില നഗരങ്ങളിൽ അങ്ങനെ ഉണ്ടാക്കുന്നത്. എന്താ നമുക്ക് അതിന് വിരോധം? ഖുർആൻ പഠിക്കുന്നതിനുള്ള സംവിധാനം അതേ പ്രകാരം എവിടെയെല്ലാം എന്തെല്ലാം ആരെല്ലാം ഉണ്ടാക്കും, നല്ലതല്ലേ? അത് നമ്മളുമായിട്ടൊരു ഇടച്ചിലോ ഏതെങ്കിലും നിലക്കുള്ള നമ്മളുമായി ഏറ്റുമുട്ടലോ ഉണ്ടാകുമ്പോഴല്ലേ സംഘടനാപരമായിട്ട് അതിന് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. പിന്നെ ഞാൻ എന്തെങ്കിലും അതിനുവേണ്ടി വെറുതെ പ്രചരിപ്പിക്കുന്ന ഒരുപാട് അപവാദങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളൂ, അങ്ങനെ അതല്ലേ കേട്ടിട്ടുള്ളൂ. അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല. ഞാൻ AP ഞങ്ങളെ പലരും ഇവിടെയുള്ള പലരും അതിന്റെ പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്. ആ പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്. അത് നമ്മളെ പ്രവർത്തകന്മാരുമാണ്. നമ്മുടെ നഗരങ്ങളിലെ ഒരുപാട് നല്ല പ്രവർത്തകന്മാർ. ഇപ്പോൾ എറണാകുളത്ത് നമ്മുടെ ബാബ് സീറ്റിന്റെ ഒക്കെ കീഴിലുള്ള അവിടുത്തെ പിള്ളേപ്പടി ദാറുലുലൂമിലാണ് SLRC ക്ലാസ് നടക്കുന്നത്. അതേപ്രകാരം നമ്മുടെ ജില്ലാ തലത്തിലുള്ള പ്രവർത്തകന്മാരും നേതാക്കന്മാരുമാണ് തലശ്ശേരിയിലും കണ്ണൂരിലും ഒക്കെ നടത്തുന്നത്. എന്തിനാ ഈ ഇതിന് അതിന് ശത്രുവായി കാണേണ്ട ആവശ്യം എന്താ? നമ്മുടെ സംഘടനയോട് സഹകരിച്ചുകൊണ്ട് നമ്മളെ ആദർശത്തെ അംഗീകരിച്ചുകൊണ്ട് ഇത്തരം നന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് പിന്തുണ കൊടുക്കും. അത് സ്വാഭാവികമല്ലേ? അത് ഒരു വ്യക്തിയുമായുള്ള ബന്ധമോ അല്ലെങ്കിൽ വ്യക്തിയോ അല്ല. ഞാൻ പിന്നെ വിമർശിക്കപ്പെടാത്ത ഞാൻ കോഴിക്കോട് നഗരത്തിൽ ജീവിക്കുന്ന ആളാണ്. ഇത്രയും കാലമായി അവിടെ തന്നെ ജീവിക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ട് അവിടുത്തെ പ്രവർത്തനങ്ങളുമായി അത് SLRC മാത്രമൊന്നുമല്ല, അവിടെ നടക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുമായി ഒരു നിലക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഗുണകാംക്ഷയോടുകൂടെ സമീപിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ അന്ധമായ ഒരു വിമർശനവും എതിർപ്പുമായിട്ട് ഞാൻ നടക്കാറില്ല. അതാണ് അതിനെ സംബന്ധിച്ച് പറയാം. മറ്റത് വെറും ദുരുദ്ദേശപരമായിട്ടുള്ള പ്രചരണമാണ്. എന്റെ പേര് അബ്ദുൽ കരീം. എനിക്ക് 1-2 ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സംഘടനയുമായി ബന്ധപ്പെട്ട് ചോദിക്കുവാനുണ്ട്. ഞാൻ ജാമിയ നദവിയിലെ സ്റ്റുഡൻസ് യൂണിയൻ ചെയർമാനും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എവിടെ ചെന്നാലും ഒരുപാട് ആളുകളിൽ നിന്നുള്ള ഈ രൂപത്തിലുള്ള ആരോപണങ്ങൾ വരുന്നത് കൊണ്ട് അത് ആ ഒരു തെറ്റിദ്ധാരണ ഈ ഒരു വേളയിൽ നിങ്ങൾ തിരുത്തി തരണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, ബഹുമാന അബ്ദുറഹ്മാൻ സർഫി ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ TP അബ്ദുള്ള കോയമദിനും ഇവിടെ ഉണ്ടെന്ന നിലക്ക് തന്നെ ഇന്ന് നമ്മളെ KJUയുടെ പല ആളുകൾക്കും അതല്ലെങ്കിൽ KNMലെ പല ആളുകൾക്കും മടവൂരികളുമായിക്കൊണ്ടുള്ള ബന്ധങ്ങൾ ഉണ്ടെന്ന് സ്ഥാപിക്കുവാൻ പല രൂപത്തിലുമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഒന്ന് KKP അബ്ദുള്ളയുടെ ആ ഫോൺ കോളും അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ സർഫിയുടെ ജ്യേഷ്ഠന്റെ ആ ഫോൺ കോളിലൂടെയും ഈ കൌൺസിൽ നടക്കുകയും ആ ഒരു കൌൺസിൽ CD മടവൂരികളുടെ കൈകളിൽ എത്തിച്ചത് അദ്ദേഹവുമാണെന്ന് ഇന്ന് വ്യാപകമായൊരു പ്രചാരണം നടക്കുന്നുണ്ട്. ഈ നിലക്ക് തന്നെ ഈ ഒരു രൂപത്തിൽ ഈ ഒരു മുഖാമുഖത്തിൽ നിങ്ങൾ അതിന്റെ വ്യക്തമായ നിലപാട് എന്താണ് അതിൽ സംഭവിച്ചിട്ടുള്ളത്, മടവൂർ ഉണ്ടോ എന്ന് വ്യക്തമാക്കണമെന്ന് ഒന്നാമത്തെ എന്റെ ചോദ്യമാണ്. ഇനിയും 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാറുണ്ട്. എന്റെ മറുപടി പ്രതീക്ഷിക്കുന്നു. ഇത് ഒരു രസകരമായ ചോദ്യമാണ്. ഇന്ന് ഈ പ്രസ്ഥാനം തന്നെ മടവൂരികളായിട്ട് തെറ്റിപ്പിരിഞ്ഞു പോകുന്നു. മടവൂരികൾ നമ്മിന്ന് തെറ്റിപ്പോയതാണ്, ഇറങ്ങിപ്പോയതാണ്. അതിനുശേഷം രൂപം കൊണ്ട ആദർശ പ്രസ്ഥാനമാണ് ഇന്ന് കേരളം. പിന്നെ ഓലിയിട്ട് എന്ത് ബന്ധമാണ് അവരുമായി? എന്ത് ധാരണകൾ എന്ന് കേൾക്കുന്ന മുഴുവൻ പച്ചക്കള്ളമാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അവിടെ ഐക്യചർച്ച നടക്കുന്നു. TP ഇപ്പോൾ കോഴിക്കോട്, എറണാകുളത്താണ്, തിരുവനന്തപുരത്താണ്. ഇതൊക്കെ ഈ പറയുന്നത് നമ്മൾ ചർച്ച ചെയ്യുന്നതിന് നമ്മുടെ നിലവാരത്തിന് കുറവാണ്. നമുക്കൊരു അന്തസ്സായ ഒരു സംഘടനയുടെ പിന്നെ പറയുന്നവരെ എല്ലാവരും അത് വിലമതിക്കും. എത്തരത്തിലുള്ള ഒരാളാണ് എന്നുള്ളത് ആ നിലക്കുള്ള യാതൊരു ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു ഐക്യചർച്ച നടന്നിരുന്നു, വസ്തുതയാണത്. ആ ഐക്യചർച്ച നോക്കി നിങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ആ ഐക്യചർച്ച അത് പല ആളുകളും ഇടപെട്ട് ഒരു സ്വാഭാവികമാണ്. സമൂഹത്തിൽ ഒരു സംഘടനയിൽ പിളർപ്പോ ഭിന്നിപ്പോ ഉണ്ടാകുമ്പോൾ അതിനെ യോജിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ലോകത്തുണ്ടാകുന്ന സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. നല്ലൊരു ചിന്തിക്കുന്ന പല മനുഷ്യരും അതിലിറങ്ങും. ഇങ്ങനെയുള്ള സമ്മർദ്ദത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിന്ന് അഹങ്കാരപൂർവ്വം സംഘടനയെ നയിക്കാൻ നമുക്ക് സാധ്യമല്ല. വിനയത്തോടുകൂടെ അതിനെ സമീപിക്കാനേ പാടുള്ളൂ. അങ്ങനെയുള്ള ഒരു ചർച്ച ഇടക്കാലത്ത് നടന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ആ ചർച്ചയിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ഐക്യം അത് ഏകദേശം നടപ്പിൽ വന്നു എന്ന് വരെ പറയുകയും പ്രചരിപ്പിക്കുകയും
പത്രങ്ങളിൽ പലതും നടക്കുകയും അതിന്റെ ഇടയിലുള്ള ആളുകളുടെ പ്രസ്താവനകൾ വരികയും ഒക്കെ ചെയ്തിട്ടും സംഘടന ഒരിക്കലും അവിവേകമായി അതിനെ സംബന്ധിച്ച് പ്രസ്താവനകൾ ഇറക്കാതെ അതിന്റെ താഴെ തട്ട് മുതൽക്ക് ചർച്ച ആരംഭിച്ചു. എല്ലാ മേഖലകളിലും ചർച്ചകൾ നടത്തി. അവസാനം ജമിയത്തുൽ ഉലമയുടെയും കേരള നിദബത്തുൽ മുജാഹിദീനെയും ഉയർന്ന ബോഡി സംയുക്ത കൌൺസിൽ വിളിച്ചു. ആ സംയുക്ത കൌൺസിലിൽ 2 അഭിപ്രായങ്ങൾ വന്നു. അവസാനമായി ഭൂരിപക്ഷ അഭിപ്രായമനുസരിച്ച് ആ ഐക്യ ചർച്ച അവസാനിപ്പിക്കണം എന്ന് തീരുമാനിച്ചപ്പോൾ ആ നിമിഷം ഒരാൾ പോലും അതിന് പ്രതിഷേധം പ്രകടിപ്പിക്കാതെ എതിരഭിപ്രായങ്ങൾ പറയാതെ ആ തീരുമാനത്തെ അംഗീകരിക്കുകയും പിന്നീട് ഒരക്ഷരം ആ രംഗത്ത് മിണ്ടാതിരിക്കുകയും ചെയ്തു. നിങ്ങൾക്കറിയോ, ഈ രാഷ്ട്രീയക്കാരുമായി സാമൂഹ്യ നേതാക്കളുമായി ഒക്കെ നല്ല ബന്ധങ്ങൾ നമ്മുടെ സംഘടനയ്ക്ക് പുലർത്തണം. അതാവശ്യമാണ്. ഇപ്പൊ ഈ അരാഷ്ട്രീയവാദമൊക്കെ നടക്കുന്നുണ്ട്. അതൊന്നും മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല. മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ തുടക്കം മുതൽക്ക് ഇവിടുത്തെ സാമൂഹിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും എല്ലാം വളരെ ഉയർന്ന സ്ഥാനത്തിരുന്ന ആളുകളാണ് മുജാഹിദ് പ്രസ്ഥാനത്തെയും അതേപ്രകാരം ഐക്യസംഘത്തെയും നയിച്ചത്. ഇന്നും നിങ്ങൾ നോക്കി, ഓരോ ദിവസവും നമുക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ, അത് ഒരു പക്ഷം എന്നുള്ള നിലക്കല്ല, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ആ രാഷ്ട്രീയ നേതാക്കന്മാരെ ബോധ്യപ്പെടുത്തുകയും നമുക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചു കിട്ടാൻ നമ്മൾ ശ്രമിക്കുകയും അവരോട് നീതിക്ക് വേണ്ടി നമ്മൾ അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിത ശൈലിയാണ് ഇവിടെയുള്ളത്. അതിൽ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, ഇടതുപക്ഷ വലതുപക്ഷം ഒന്നുമില്ലാത്ത എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും കേരള നദുവത്തുൽ മുജാഹിദിന്റെ നേതൃത്വത്തിനും ആ സംഘടനക്കും ഒരു സമീപനം, ഒരേ നിലക്കുള്ള സമീപനമുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി വിലപേശലൊന്നുമില്ല. വിലപേശലില്ല. നമ്മളെ കുട്ടികൾ പലതിലും പ്രവർത്തിക്കുന്നു. ഈ രംഗത്ത് അവരെ എല്ലാം മാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ട സന്ദർഭങ്ങളുണ്ട്. നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ, അതിവിടെ സദസ്സിൽ പറയേണ്ട കാര്യമില്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ദഅവത്ത് നിലനിൽക്കുന്നതിന് ആവശ്യമായ ഭരണ സംവിധാനങ്ങൾ നമുക്ക് അംഗീകാരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്, സംരക്ഷണം നൽകേണ്ടതുണ്ട്. ആഭ്യന്തര വകുപ്പിൽ നിന്ന്, വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന്, അതുപോലെയുള്ള വ്യത്യസ്തമായ വകുപ്പുകളിൽ നിന്ന് നമുക്ക് നമ്മുടെ ദഅവത്ത്, നമ്മുടെ ഈ സുതാര്യമായി ഭരണഘടന നമുക്ക് അനുവദിച്ചു തന്ന നീതിപൂർവമായ, അങ്ങനെ ഒരു സമൂഹത്തിൽ ഇണങ്ങിച്ചേരാത്ത സ്വഭാവങ്ങളുമായി ചേർന്ന പോകുന്ന ആളുകൾ പലരുമുണ്ട്. ഓർക്ക് പലതും പറയാം. ഇത് നേരെ മറിച്ച് അതുകൊണ്ട് ഒക്കെ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ഈ കാര്യത്തിലൊക്കെ സുതാര്യമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ സമൂഹത്തിൽ പറയണം. എല്ലാവരും ഓരോരുത്തരും പറയുന്നതൊക്കെ നമ്മളെ അഭിപ്രായമാണ് എന്ന് മറ്റുള്ളവർ വിലയിരുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നത്. ഈ ഭദ്രമായ നിലനിൽപ്പും അതിന് ആവശ്യമായിട്ടുള്ള ബന്ധങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഇത് ഉണ്ടാകുന്നത്. അത് ഒരു വിഷയം തന്നെയാണ്. നമ്മുടെ ഇന്നത്തെ സാമൂഹ്യമായ ഇതിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ സമീപനം, ഈ സംഘടന എന്താണ് ഒരു മാർഗദർശനം ആ രംഗത്ത് നൽകുന്നത് ഏതെങ്കിലും സംബന്ധിച്ച് നമ്മൾ പഠിക്കേണ്ടതാണ്. ഈ അസംതൃപ്തിയോടുകൂടെ എല്ലാവരെയും ശത്രുക്കളാക്കി, എല്ലാവരെയും വിരോധികളാക്കി, എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ടുള്ള ഒരു സമീപനം തന്നെ ഉണ്ടാകരുത്. അങ്ങനെയുള്ള ഒരു പ്രബോധന ശൈലി നമുക്കില്ല. നേരെ മറിച്ച് ആദർശ രംഗത്ത് വിട്ടുവീഴ്ചയില്ലാത്ത പ്രബോധനങ്ങൾ നമ്മൾ നടത്തണം. ഇതാണ് നമ്മളത്. പിന്നെ അബ്ദുറഹ്മാൻ സലഫിയെ സംബന്ധിച്ച് ചേട്ടൻ പറഞ്ഞു, അത് യഥാർത്ഥത്തിൽ ദീർഘമായി എനിക്ക് സംസാരിക്കാനുണ്ട്. പക്ഷെ നമുക്ക് പറ്റുമോ? അത് നിങ്ങൾ നോക്കി, അത് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. ഒരു ചേട്ടൻ ഇന്ന് മെനഞ്ഞാന്നും കൂടി ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്, ഞാൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ചിട്ട് അവസാനിച്ചെന്ന് വിചാരിക്കേണ്ട. അത് ആ വൃത്തികെട്ട പ്രയോഗങ്ങളും ആ നിലക്കുള്ള ആരോപണങ്ങളുമായി സലഫിയെ ആക്രമിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായിട്ടുണ്ട്. അതിന് ഒത്താശ കൊടുക്കുന്ന ആളുകളാണ് ഇതിന് പ്രോത്സാഹനം നൽകുന്നത്. നമ്മുടെ സംഘടനയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന, പ്രബോധന രംഗത്ത് ഏറ്റവും സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തിയെ ഇങ്ങനെ തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്ന ആരായിരുന്നാലും ശരി, സ്വന്തം എന്നല്ല ആരായിരുന്നാലും ശരി, സ്വന്തം മാതാവ് മരിച്ച ദിവസം അദ്ദേഹം അനുഭവിച്ച വേദന, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായ വേദന ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. ഞാൻ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നില്ല. കാരണം ഇത് ജനങ്ങൾ കേൾക്കുകയില്ലേ. എന്തിനാണ് നിങ്ങൾ ഇത് ചർച്ചയാക്കുന്നത്? അങ്ങനെ ചില ആളുകളുടെ വിരോധങ്ങൾ പറഞ്ഞു തീർക്കാനും ആ നിലക്കുള്ള സമീപനം സ്വീകരിക്കാൻ അവരത് തീർക്കട്ടെ. അങ്ങനെ അത് ഒരു പവിത്രമായ സംഘടനയിൽ എന്താണെന്നറിയോ, ഒരു വാർത്തയുമായി ഒരാൾ വന്നാൽ അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ടല്ലാതെ പ്രതികരിക്കരുതെന്ന് ഒരു സമൂഹത്തിന്റെ മാർഗദർശനം നൽകിയ ഒരു സമൂഹം, നമ്മൾ അത് ഉൾക്കൊണ്ടവർ, നമ്മൾ
നിങ്ങൾ ആ കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ സ്വകാര്യമായി അന്വേഷിക്കുക. ഏത് ആരോപണങ്ങൾ സംബന്ധിച്ചും ഇത്ര വൃത്തികെട്ട ഒരുപാട് ആളുകളുടെ അമലുകൾ അദ്ദേഹത്തിന് ലഭിക്കുമെന്നാണ് ഞാൻ തീർത്തും വിശ്വസിക്കുന്നത്. ഈ നിലക്കുള്ള ക്രൂരമായ പീഡനങ്ങൾ, മാനസികമായ പീഡനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുക. ഇന്നും ധൈര്യമായിട്ട് ഇതിനു മുന്നിൽ ദൈവത്തെ പ്രശംസിക്കപ്പെടേണ്ട, ഇവരെടുത്തു പറയേണ്ട ഒരു സ്വഭാവവിശേഷമായി ഞാൻ കാണുക. നമുക്ക് ആദ്യം കഴിയില്ല, നമുക്കൊന്നും കഴിയില്ല. അത് ഈ ദൈവത്തിന്റെ രംഗത്ത് അദ്ദേഹം കാണിക്കുന്ന ഇതുപോലെ തന്നെ ക്ഷമയുടെ കാര്യത്തിലും അതിന് നേരിടുന്ന കാര്യങ്ങളിലും ധൈര്യമായി നിൽക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. നിങ്ങൾ നമ്മുടെ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ആളുകൾ പറയേണ്ടത് ഇത് ഒരു നല്ല വഴക്കം ഇതാണോ? എല്ലാ സ്ഥലങ്ങളിലും വൃത്തികെട്ട നിലക്ക് ഇതിനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാമാണ് പറയുന്നത്? ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുന്നതാണോ അത്? അതേ പ്രകാരം ഈ സംഘടനയുടെ മേൽ എന്തൊക്കെ ഇപ്പൊ ഞാൻ കേട്ടിപ്പോ ഇന്ന് ഉണ്ടായതാണ്. ആരാ അഷ്റഫ് സാഹിബ്, ഒമാൻ അഷ്റഫ് സാഹിബ് എന്ന് തോന്നുന്നു പറഞ്ഞത്. ഇപ്പം മഗ്‌രിബ് നിസ്കരിച്ച ഉടനെ ടീപ്പിയും അതേപോലെ സെൽഫിയായിട്ടുള്ള ബന്ധത്തിന് കുറെ സ്വകാര്യങ്ങളുണ്ട്. ഇതൊന്നും ഒരു കാര്യം മുമ്പ് പറഞ്ഞ മാതിരി ആ നിലവാരത്തിനനുസരിച്ച് പറയുന്നവർക്ക് അതിന് മറുപടി പറയാൻ കഴിയും. ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്, ആദർശ ബന്ധമാണ്, അതിനപ്പുറത്ത് പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ നന്മകളെ ഞാൻ അംഗീകരിക്കും, തിന്മകളെ എതിർക്കും ചെയ്യും, അത് പറയുകയും ചെയ്യും. എന്റേതാണെങ്കിൽ അദ്ദേഹം പറയും. അത് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ വളരെ ആരോഗ്യകരമായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് അങ്ങനെ പറയേണ്ടതില്ലായിരുന്നു എന്ന് നിങ്ങൾ പറയും, അല്ലെങ്കിൽ അങ്ങനെയാണ് പറയേണ്ടത്, നിർദ്ദേശങ്ങൾ കൊടുക്കും. ഞങ്ങളെ കൂട്ടായ്മയിൽ അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. എന്നിട്ട് ഈ ഇത് പ്രചരിപ്പിക്കുമ്പോൾ ഖുർആൻ എന്ന് പറയുന്നത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, അത് ഓതുന്നവർക്ക് അത് ആദ്യമായിട്ട് അത് ബാധകമാണ്. ഇന്ന് നമ്മുടെ സംഘടനയിൽ ഞാൻ എന്നും പറയുന്നത് തെസ്കിയത്ത് ക്ലാസ് ഉണ്ടല്ലോ. തെസ്കിയത്ത് ക്ലാസ് കുറച്ച് അധികമാണ്. ഇനി ഒന്ന് തല തിരിഞ്ഞ് തെസ്കിയത്ത് നടത്തണം. തെസ്കിയത്ത് പ്രസംഗിക്കുന്നവനെ ഇരുത്തിട്ടൊന്ന് തെസ്കിയത്ത് പഠിപ്പിക്കണം. അങ്ങനത്തെ കുറെ ആളുകളുണ്ട് പറയാൻ. അത് ചിന്തിക്കാൻ പറ്റുമോ നോക്കി നിങ്ങൾ. മെമ്പർമ കയറണവനെ താഴത്ത് കിറക്കിയിട്ട് താഴെ ഇരിക്കണോ മെമ്പർമ കയറട്ടെ, എന്നിട്ട് അള്ളാനെ പേടിയുള്ള ഖുത്ബ നടത്തട്ടെ. ഇവിടെ ആളുകളുടെ ഇടയിൽ മസ്ലഹത്ത് സുല്ല ഉണ്ടാക്കുന്നതും നന്മ ഉദ്ദേശിക്കുന്നതും ആഖിറത്തിന്റെ ചിന്ത ഉണ്ടാക്കുന്നവരോട് പറച്ചില്ലിങ്ങനെ ദിക്റും ദുആയും പറഞ്ഞു നടന്നാ പോരാ. മാരകമായ സ്വഭാവ ദൂഷ്യങ്ങൾ ബാധിച്ചവരെ നിലക്ക് നിർത്താൻ നമുക്ക് സാധിക്കണം. സംഘടനക്ക് ഈ സംഘടനയെ സംബന്ധിച്ച് ഉണ്ടായിരുന്ന മതിപ്പെന്തായിരുന്നു? ഇന്ത്യയൊക്കെ ചെറുപ്പത്തിലും യുവാക്കളായി നിലത്തുമൊക്കെ പ്രവർത്തിച്ചപ്പോൾ ഒരുപാട് അമുസ്ലിമീങ്ങളുടെയും മറ്റ് ആളുകളുടെ ഇടയിൽ ഈ സമൂഹത്തിൽ ജീവിക്കാത്തവരോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യം. ഓല് ആ നിലക്കുള്ള ഒരു ജീവിതം തന്നെ ഓൽക്കുണ്ടാകും. ഓല അതിനുള്ള വയ്യൊക്കെ ഓല് കാണും. എങ്ങനെ അവനാന്റെ കാര്യം നന്നാക്കണം എന്നുള്ളതും ഒക്കെ ഓല് ശ്രദ്ധിക്കും, ഓല് നോക്കും, ഓല അതിനേറ്റു നടക്കുകയും ചെയ്യും. എന്നാൽ സമൂഹത്തിൽ അധ്വാനിച്ച് ജീവിക്കുകയും അധ്വാനിച്ച് അവരുടെ പണം കൊണ്ട് ദഅവത്ത് നടത്തുകയും ഒക്കെ ചെയ്യുന്ന ധാരാളം ആളുകളുടെ ഒരു പ്രസ്ഥാനമാണിത്. ഇത് പുരോഹിതന്മാരുടെ സംഘടനയല്ല. അങ്ങനെയുള്ള ആളുകളുടെ നോക്കിങ്ങള് അവർക്കൊന്നും വലിയ മാറ്റൊന്നും താഴേക്കടയിലുള്ള ഒരു വിഷമിക്കുകയാണ്. പഠിച്ചോനെ ഈ പ്രസ്ഥാനത്തിന് ഇങ്ങനെ സംഭവിച്ചല്ലോ. എന്താണ് ഈ കേൾക്കുന്നത്? എല്ലാവരും വേദനയോടുകൂടി നിൽക്കുക. അതിന്റെ ഇടയിലുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അള്ളാനും പേടില്ല, ആരെയും പേടില്ല. ഈബത്തും നമീമത്തും വ്യക്തിഹത്യയും കള്ള പ്രചരണങ്ങളും ആയിട്ട് നടക്കുകയാണ്. അതിനൊക്കെ ഞാൻ ആയത്ത് ഒന്നങ്ങോട്ട് ഓതിക്കൊടുക്കാൻ ഓലൊന്ന് കിട്ടണ്ടേ? എങ്ങനെ കിട്ടുമോ? ഓല് തക്കം കിട്ടിയാൽ മെമ്പർമ കയറിക്കാളും, താഴ്ത്തിരിക്കൂല. ഒരാളിലധികം കയറാൻ പറ്റാത്തതുകൊണ്ടാണ് അവിടുന്ന് പോണത്. ആ മാറ്റം ഇവിടെ വരണം. ഞാനിത് ഈ പറയുന്ന ആര് കേട്ടാലും എനിക്ക് വിരോധമില്ല. ആ ഓലൊന്ന് കേക്കട്ടെ കുത്തുബ, ഓലും കേക്കട്ടെ കുത്തുബ. നമ്മളെ ഈ കോലം കെട്ടി നടക്കുന്നവരെക്കാളൊക്കെ ഇൽമും തഖ്വയുമുള്ളവർ ഇവിടുത്തെ സാധാരണ മുജാഹിദുകളിലുണ്ട്. ഒരു കേരള കുത്തുബക്ക് എന്നാലേ നന്നാവുള്ളൂ. ഇതെന്താ ഇങ്ങനെ ടി പി സംസാരിക്കുന്നത് വിചാരിക്കരുത്. വേദന കൊണ്ട് പറയാം. എനിക്കറിയാവുന്ന ആയിരക്കണക്കിൽ ആളുകൾ അള്ളാനെ പേടിയുള്ള നല്ല മനുഷ്യന്മാരെ മുഴുവൻ ഓല് സ്വർഗത്തിൽക്കോ നരകത്തിൽക്കോ എന്ന് തീരുമാനിക്കുക. ഒരുത്തം പള്ളിന്റെ മൂലയിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഓനങ്ങോട്ട് കയറി വരുമ്പോഴേക്ക് ഓന്റെ കോലം ഓന്റെ മറ്റത് ഇതൊക്കെ അവിടെ നോക്കി അതൊക്കെ വിമർശിച്ച് ഇങ്ങനായിട്ട് പതുക്കെ സമയം കിട്ടുക.
നാട്ടിൽ മുഴുവൻ വിഷം വെതിരെ ദുസ്സൂചനയും നൽകിക്കൊണ്ടുള്ള ഖുത്ബ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ പലപ്പോഴും അവിടെ ദുസ്സൂചന നൽകാനുള്ള വേദിയാണോ അത്? ഇത് ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഒരു ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു ജീവിത ശൈലിയുടെ ഇതിന്റെ കൂടുതൽ ഇതൊക്കെ പറയണം. ഇത് ഒന്നുമല്ല പിടിച്ചിട്ടുള്ളത്, ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. അതിന് നമുക്ക് വിശ്വാസരംഗത്ത് സംസ്കരിക്കണം, ആചാരരംഗത്ത് സംസ്കരിക്കണം. സ്വഭാവം നന്നാകേണ്ടതെന്നാണ് വിചാരിച്ച് ഈ ഇത്ര വ്യക്തിഹത്യ നൽകിയത് വേറെ ഏതെങ്കിലും പ്രസ്ഥാനത്തിലുണ്ടോ എന്ന് നോക്കി. ഇത് നമ്മളെ ഒരു സ്വകാര്യ സംസ്ഥാനല്ലോ പറയാ, ലോകം കേൾക്കുന്നുണ്ടെങ്കിലും അതിനോട്ടെ നമുക്ക് ഒരു പ്രശ്നമില്ല. നമ്മൾ അതിൽ നിന്ന് ഒഴിവാകണമെന്നുള്ള ഒരു ശുദ്ധീകരണത്തിന്റെ ഒരു ദിശ ഇതിനുണ്ടാകണം. പരസ്പരമുള്ള വിദ്വേഷവും അതുപോലെ സ്വഭാവഹത്യയും ഇതൊക്കെ അവസാനിപ്പിക്കണം. മടവൂരികളുമായിട്ടുള്ള ഭിന്നിപ്പുണ്ടായ സന്ദർഭം ഇവിടെ നടന്നിരുന്നു. ഇത് വളരെയധികം വൃത്തികെട്ട നിലക്ക് മറ്റുള്ള ആളുകൾക്ക് പുറത്ത് എന്തെല്ലാം വന്നു. ഇതിന്റെ നാട്ടിലൊക്കെ എന്തൊക്കെ കേട്ടിട്ട് നമ്മൾ ജീവിച്ചു. പക്ഷെ ഇത് നമ്മളെ ഇടയിൽ തന്നെ ഇങ്ങനെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നത് നമുക്ക് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മരണം വരെ നബിയെ വിമർശിച്ച ആളുകളുണ്ട്. പക്ഷെ സഹാബികളാണോ ഇത്? ശത്രുക്കളാണ്. ഇത് നമ്മളൊരു തിരിച്ചറിവുണ്ടാവുക. അപ്പൊ ഇത് ഞാനൊരു സന്ദർഭം കിട്ടിയപ്പോ അതിന്റെ ഓരോന്ന് എടുത്ത് പറയുന്നു വേണ്ട. സത്യത്തിൽ അദ്ദേഹത്തിന് ക്ഷമ നൽകാൻ നമ്മൾ ഒരു കൂട്ടായ ദ്വാ നടത്തേണ്ടതാണ്. അത്ര വലിയ സ്വഭാവഹത്യയാണ് നടക്കുന്നത്. അതിലെല്ലാവരും പങ്കാളികളാകുന്നു. ഓരോരുത്തരും എന്ത് രക്തബന്ധമുള്ളവരാവട്ടെ മറ്റു ആളുകളാവട്ടെ ആരായിരുന്നാലും ശരി, അതിലൊരു മാന്യത വേണം. എല്ലാ കാര്യങ്ങൾക്കും ഒരു മാന്യത വേണം, ഒരു അന്തസ്സ് വേണം. അത് നമ്മളെ ഏറ്റെടുത്ത് നമ്മൾ സംശയിച്ച് നടക്കലും നമ്മൾ പറയലും അല്ല വേണ്ടത്. ഏതായിരുന്നാലും ഇത്തരം ഒരവസ്ഥയിൽ നിന്ന് ഈ സംഘടനയെ ഒരു അള്ളാഹു ഇഷ്ടപ്പെടുന്ന തരത്തിലാക്കി പരിവർത്തിപ്പിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാകട്ടെ. സലഫിയുമായി ബന്ധപ്പെട്ട് വേറെ ഒന്ന് രണ്ട് ആരോപണം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. ഒന്ന്, പ്രോഫ്കോണുമായി ബന്ധപ്പെട്ട് വന്ന ഒരു കാര്യമാണ്. അന്ന് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന സമയത്ത് അവിടെ വന്ന പെൺകുട്ടികളെ സലഫി സെന്ററിൽ താമസിക്കുവാൻ അനുവദിച്ചില്ല. അത് സലഫി തടഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ പ്രോഫ്കോണുമായി ബന്ധപ്പെട്ട് പ്രോഫ്കോണിന് വന്ന 5 ലക്ഷം രൂപ അതും തടഞ്ഞത് സലഫി ആണെന്നാണ് ഇന്ന് ആകെ പ്രചരിക്കുന്നത്. അതിന്റെ യാഥാർത്ഥ്യം ഒന്ന് വെളിവാക്കും. സഹോദരന്മാരെ, പ്രോഫ്കോണിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ഈ ആക്ഷേപം അത് നമ്മുടെ സംഘടനയിൽ തന്നെ, പുറമെ ആരെയല്ല, സംഘടനയിലുണ്ടായ ഒരു പ്രചരിപ്പിക്കപ്പെട്ട ഒരു തെറ്റായ ഒരു കാര്യമാണ്. അതിൽ നേരിട്ട് ഇടപെട്ട ആൾ ഞാനാണ്, സലഫിയല്ല. സലഫി ആ കാര്യത്തിൽ പ്രോഫ്കോണിലെ ആ സെന്റർ അനുവദിക്കുന്ന കാര്യത്തിൽ ഒരു അല്പം പോലും ഇടപെട്ടിട്ടില്ല. അത് ഞാൻ തന്നെയാണ് ഇടപെട്ടത്. ഞാൻ ഇടപെട്ടതാവട്ടെ അതിന്റെ ചെയർമാൻ എന്നുള്ള നിലക്ക് ആ തിരുവനന്തപുരം ഇസ്ലാഹി സെന്ററിന്റെ ഭരണസമിതി ഞാനും എപിയും നേതൃത്വം നൽകുന്ന ഒരു ഭരണസമിതിയാണ്. അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ എന്നുള്ള നിലക്ക് ഇവിടെ പ്രോഫ്കോൺ സംഘടിപ്പിക്കുന്ന നമ്മുടെ കുട്ടികൾ സംഘടിപ്പിക്കുന്ന പ്രോഫ്കോൺ ഈ കാലം വരെ നടന്നുപോയല്ലോ, എല്ലാം ഭംഗിയായി നടന്നിട്ടുണ്ട്. ഈ പ്രാവശ്യവും അത് ഭംഗിയായി നടന്നു. ഞാനൊക്കെ അതിൽ പങ്കെടുത്തു. വെറുതെ സംഘടനയെ ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി മാത്രം ആരോ ഉണ്ടാക്കിയ ഒരു ആരോപണം വെറുതെ പ്രചരിപ്പിക്കപ്പെടുകയാണ്. അതിന് വിശദീകരണം നൽകാൻ തന്നെ എനിക്ക് പ്രയാസമുണ്ട്. യഥാർത്ഥത്തിൽ മുതിർന്ന പെൺകുട്ടികൾ, ഈ തിരുവനന്തപുരം സെന്റർ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതൊരു സംഘടനാ ഓഫീസല്ല, അത് തിരുവനന്തപുരത്തെ പള്ളിയാണ്. തിരുവനന്തപുരം സിറ്റിയിലെ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഒരു പള്ളിയാണ് അത്. ജില്ലാ സമിതിയുടെ സഹകരണവും അതിൽ കുറെ കുട്ടികൾ, ഗവൺമെന്റ് ജീവനക്കാർ എല്ലാം താമസിക്കുന്ന കുറച്ച് വാടക മുറികളുമുണ്ട്. നമ്മുടെ ഓഫീസും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെ പ്രവർത്തിക്കുന്നു. ഇങ്ങനെ നിരന്തരമായി അതിന്റെ എല്ലാ മുക്കുമൂലകളും സജീവമായി നിൽക്കുന്ന ഒരു സെന്ററാണ് തിരുവനന്തപുരത്ത്. നമ്മുടെ അഭിമാനമാണ്. അതില് സംഘടനാപരമായ
ഒരു പ്രോഫ്കോണുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം സിറ്റിയാണ്. അതിലെ പെൺകുട്ടികളെ, ഈ ഇതിൽ പങ്കെടുക്കുന്ന പെൺകുട്ടികളെ അവിടെ താമസിപ്പിക്കണം എന്നൊരഭിപ്രായമുണ്ടായി. സ്വാഭാവികമായി വേണ്ട, അത് ശരിയല്ല. കാരണം അവിടെ ധാരാളം ആളുകൾ, പുറത്തുള്ള ആളുകൾ താമസിക്കുന്നുണ്ട്. അവിടെ ഈ ഭാഗത്തും അതിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം പള്ളിയായി ഉപയോഗിക്കുന്നതാണ്. അതിന്റെ ഇടയിൽ നമ്മുടെ മുതിർന്ന പെൺകുട്ടികളെ താമസിപ്പിക്കേണ്ട. അത് ഒരു നീതിപൂർവമായ ഒരു സംഘടനയുടെ വളരെ അന്തസ്സായിട്ടുള്ള നിലക്കുള്ള ഒരു ചർച്ച മാത്രമാണ്, ഒരു സ്വകാര്യ ചർച്ച. അത് നമ്മുടെ വിദ്യാർത്ഥികളുടെ നേതൃത്വവുമായി അത് പങ്കുവെക്കുകയും അവിടെ സംഘടിപ്പിക്കേണ്ട നമുക്ക് വേറെ ഏതെങ്കിലും, കാരണം പലയിടത്തും നമ്മൾ അവിടെയെല്ലാം നമ്മുടെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഒരു വിവാദത്തിന് എന്തെങ്കിലും നിലക്കുള്ള ഒരു പ്രശ്നം ഉണ്ടാകാൻ ഒരു നമ്മൾ എപ്പോഴും ഒരു സംശയത്തിന്റെ വാതിലുകൾ നമ്മൾ തുറക്കരുതല്ലോ എന്ന നിലക്ക് സതുദ്ദേശത്തോടു കൂടെ സംസാരിച്ച ഒരു കാര്യം മാത്രമാണത്. അത് ഏതോ ഈ പറഞ്ഞ മാതിരി ഒരു വൃത്തികെട്ടവൻ അതിനെ വളരെ ദുരുദ്ദേശമായി പ്രചരിപ്പിക്കുകയും അവിടെ താമസിക്കാൻ അനുവദിച്ചില്ല. അല്ല, അത് ISM-നെ കേരണം അല്ലെങ്കിൽ MSM-നെ കേരണം. ഇത് കാണാൻ കാത്തുക്കിടക്കുന്ന ചില ആൾക്കാരുണ്ട്. ഇതിനൊന്ന് ഭിന്നിപ്പിച്ച് കിട്ടണമെന്ന്. അതിന് കാത്തു നിൽക്കുന്ന ചില ആളുകൾ ഉപയോഗിക്കുന്ന ആയുധമാണ് അത്. നമ്മളെ ചെവിക്കൊള്ളരുത്. ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് തിരുവനന്തപുരം സെന്റർ കണ്ടോൽക്കറിയാം. അവിടെ നമ്മളെ 100 കണക്കിലുള്ള പെൺകുട്ടികളെ രാത്രി അവിടെ താമസിപ്പിക്കുക, 1-2 ദിവസം താമസിപ്പിക്കുക എന്നുള്ളത് ഉചിതമല്ല മക്കളെ. അത് നമുക്ക് വേറെ ഏർപ്പാടുകൾ ചെയ്യാം എന്ന ഒരു ചർച്ച നടന്ന് അങ്ങനെ അവിടെ താമസിപ്പിക്കേണ്ടതും വെച്ചതാണ്. അതിനെ ഇങ്ങനെ നികൃഷ്ടമായി വ്യാഖ്യാനിക്കപ്പെടണമോ? ഇങ്ങനെ സംഘടനയുടെ നേതൃത്വവും മറ്റും ഇടഞ്ഞതാണ്. അപ്പോഴേക്കും ഇവിടുന്ന് വിദേശത്തുനിന്ന് ചോദ്യം. വിദേശത്ത് കുറച്ച് ആളുകളുണ്ട് ഇതിന് ഒരുങ്ങിക്കണം. അത് നേരത്തെ സമത് ഇവിടെ പറഞ്ഞല്ലോ. അതൊന്നും ഇനി നടക്കൂല. സെന്ററിൽ പണിയില്ലാതെ അവനാന്റെ പണിയാണ്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെന്ന് കൂടുക. അവിടെ കൂടിയിട്ട് ഈ ആധുനിക ഉപകരണങ്ങൾ ഇതൊന്നും ഓൻ്റെതും ആവില്ല, ഇതൊക്കെ സമുദായത്തിൻ്റെതും ആവും. എന്നിട്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് 24 മണിക്കൂറും എന്തൊക്കെയാണോ അവൻ അതുകൊണ്ട് കാട്ടണമെന്നുള്ളത് ഇനി ഒന്ന് പഠിക്കുന്നു വേണം, ചിന്തിക്കുന്നു വേണം. ആളെ തെളിവറിൽ മാത്രമൊന്നല്ല, ഒരുപാട് തോന്നിയാസങ്ങളും അതുകൊണ്ട് കാണിക്കും. അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളെ സംബന്ധിച്ചും പഠനം നടത്താൻ ആവശ്യമാണ്. ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് എല്ലാം ഉപയോഗിക്കാൻ കഴിയുമല്ലോ. ഈ ഉപയോഗിക്കുന്ന ഇതിലൂടെയാണ് ഫിത്ന എത്രയും വേഗം പരക്കുന്നത്. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ സ്വഭാവദൂഷ്യങ്ങളുടെ ഫലമാണ്. അല്ലാതെ പ്രോഫ്കോൺ എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ നമ്മുടെ വിദ്യാർത്ഥി സംഘടനയോ അല്ലെങ്കിൽ നമ്മുടെ യുവസംഘടനകളോ അല്ലെങ്കിൽ നമ്മുടെ സംഘടനയിലോ ആളുകളെ ഭിന്നിപ്പിക്കുന്ന ഒരു ആയുധമായി ഉപയോഗിക്കുന്നത് അതിനനുകൂലമായി നമ്മൾ നിൽക്കാൻ പാടില്ല. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഈ കേട്ട ആരോപണങ്ങളും ഇനി കുറച്ചുകൂടി വന്നേക്കാം. അതൊക്കെ വന്നാലും ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ് എന്ന് തന്നെ അത് മാറ്റി പറയാൻ വേണ്ടി എന്തൊക്കെ ചെയ്താലും, എന്നെ പിടിച്ച് മലർത്തിക്കിടത്തി എന്റെ കഴുത്ത് കഠാരി ഉപയോഗിച്ച് മുറിച്ചു മാറ്റിയാലും ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇനിയൊട്ട് പറയുകയും ഇല്ല. ുള്ളത് പിന്നെ സ്വന്തം ജ്യേഷ്ഠനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നതല്ലേ. എന്നെക്കാൾ 9 വയസ്സ് പ്രായം കൂടുതലുള്ള ജ്യേഷ്ഠൻ എന്നെപ്പറ്റി മോശമായി പറയുകയോ ശകാരിക്കുകയോ അല്ല, എന്നെ പിടിച്ച് 2 അടിച്ചാലും ഞാനത് കൊള്ളും. തിരിച്ചു പറയില്ല, തിരിച്ചൊന്നും ചെയ്യില്ല. ഉള്ള കുടുംബബന്ധം, രക്തബന്ധം എന്റെ ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ മുറിഞ്ഞു പോവാൻ ഒരിക്കലും ഞാൻ കാരണമാവില്ല. ഈ ആരോപണങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ആ ക്ലിപ്പിംഗ് ഞാൻ കേട്ടിട്ടില്ല. എന്റെ അടുക്കൽ ഒരാൾ കൊണ്ടുവന്നു, ജ്യേഷ്ഠന്റെ ശബ്ദമാണ്, അല്പം കേട്ടപ്പോൾ ഞാനത് ഓഫാക്കാൻ പറഞ്ഞു. ഇന്ന് വരെ ആ ക്ലിപ്പിംഗ് ഞാൻ മുഴുവനായി കേട്ടിട്ടില്ല. കേട്ടാൽ ഒരു മനുഷ്യനാണ്, അനുജനാണെങ്കിലും പ്രതികരിച്ചു പോവും, വേണ്ടെന്ന് കരുതിയാണ്. ഒരുപക്ഷെ ഈ ചോദ്യം
ഇവിടെ ചോദിച്ച ആളെ ഉദ്ദേശിച്ചല്ല. പലയിടങ്ങളിലും ഈ ചോദ്യവുമായി വരുന്നത് ഞാൻ മോശപ്പെട്ടവനാണ് എന്ന് പറയാനാണല്ലോ. എനിക്ക് പറയാനുള്ളത് ജ്യേഷ്ഠനെ സംബന്ധിച്ച് ഞാൻ പറയില്ല. വിഷയമാണോ ചോദിച്ചോളൂ, ഞാൻ പറയാം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു വേള ഞാൻ നേർക്കുനേരെ ഈ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ പലതും ഉണ്ടാവുമല്ലോ, ഒന്നങ്ങ് പറഞ്ഞാലോ എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. ഞാൻ വേണ്ടെന്ന് വെച്ചതാണ്. അവസാനം എനിക്ക് തോന്നി ഖുർആനിലെ ഒരു വചനം എഴുതി അത് തപാലിൽ അയച്ചാലോ. അത് ഞാൻ ചെയ്തിട്ടില്ല. ലഇം ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി ആ അന ബിബാസിതിൻ യദിയ ഇലൈക ലിഅഖ്തുലക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. ഈ ആയത്താണ് എനിക്ക് ഓർമ്മയിൽ വന്നത്. അതാണ് എഴുതാൻ വിചാരിച്ചത്. അതും ഞാൻ ചെയ്തില്ല. ഇത് മാത്രമേ എനിക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. പിന്നെ ഈ ആയത്തിന്റെ അർത്ഥം ലഇൻ ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി, എന്നെ കൊല്ലാൻ നിന്റെ കൈ എന്റെ നേരെ നീ നീട്ടിയാൽ, വമാ അന ബിബാസിതിൻ യദിയ ഇലൈക ലിഅഖ്തുലക, നിന്നെ കൊല്ലാൻ എന്റെ കൈ നിന്റെ നേരെ ഞാൻ നീട്ടില്ല. ഇന്നി അഖാഫുല്ലാഹ് റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു. ഇത് രണ്ട് ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ വന്നതാണ്. ആദമിന്റെ രണ്ട് മക്കൾ ഹാബീലും ഖാബീലും ഇരുവരും കൂടി ഒരു ഖുർബാൻ റബ്ബിനു വേണ്ടി അർപ്പിച്ചു. ഫതുഖുബ്ബില മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ, ഒരാളുടേത് സ്വീകരിച്ചു, അപരന്റേത് സ്വീകരിക്കപ്പെട്ടില്ല. സ്വീകരിക്കപ്പെടാത്ത സഹോദരൻ സ്വീകരിക്കപ്പെട്ട സഹോദരന്റെ നേരെയാണ് വധിക്കാനായി കൈനീട്ടുന്നത്. ആ കരത്തിലുണ്ടായിരുന്ന കഠാരി ഉപയോഗിച്ച് ആ സഹോദരൻ വധിക്കപ്പെടുകയാണ്. ആ സന്ദർഭത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതായി അല്ലാഹു ഖുർആനിലൂടെ ഉദ്ധരിക്കുന്നത്. ലഇം ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി മാ അന ബിബാസിതിൻ യദിയ ഇലൈക ലിഅഖ്തുലക, എന്നെ കൊല്ലാൻ എന്റെ നേരെ നിന്റെ കൈ നീ നീട്ടിയാൽ, നിന്നെ കൊല്ലാൻ നിന്റെ നേരെ എന്റെ കൈ ഞാൻ നീട്ടില്ല. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബിനെ ഞാൻ ഭയപ്പെടുന്നു എന്നതാണ് ആ സന്ദർഭത്തിൽ ആ സഹോദരൻ പറഞ്ഞത്. അതവിടെ ഫുൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. പിന്നെ ഇന്ന് ഒന്നാമത്തെ ചോദ്യം ചോദിച്ച ഒരാളുണ്ടല്ലോ, ഒന്നാമത്തെ ചോദ്യം ചോദിച്ച ആള് ഒരു ഉമ്മ പെറ്റ 3 മക്കള് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട്. എന്നെപ്പറ്റിയും എന്റെ സഹോദരങ്ങളെപ്പറ്റിയുമാണ് അന്ന് പറഞ്ഞിരുന്നത്. ഇപ്പൊ അത് പോന്നു ഞാൻ മാത്രമായി, എന്നെ മാത്രം ഉദ്ദേശിച്ച് ചിലർ പറയുന്നു. ഇങ്ങനെ ചില ഉപ്പയും മക്കളും, ചില ഉപ്പയും മരുമക്കളും, ചില അളിയനും ഇങ്ങനത്തെ ചില കുടുംബങ്ങൾ ഫിത്നകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാത്തതുകൊണ്ടല്ല, അതൊക്കെ വില കുറഞ്ഞ ആരോപണമാണ്. അതൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. ആ കൂട്ടത്തിൽ ഇവിടെ ഇന്ന് ഒന്നാമത്തെ ചോദ്യം ഉന്നയിച്ചവനാണ്. ആളിപ്പുണ്ടോന്നും എനിക്കറിയില്ല, ഇവിടെ പോയോന്നും അറിയില്ല. ഉണ്ട്. ആ വ്യക്തിയാണ് കൈനീട്ടി പൊക്കി കാണിക്കാനുള്ള ധൈര്യമുള്ള ആ വ്യക്തിയാണ് ഈ ഫസാദിന് മുഴുവനും നേതൃത്വം കൊടുത്തത്. അവനാണ് KKP അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തിയോട് പലതവണയായി ഫോൺ ചെയ്ത്, അത് എത്ര മണിക്കൂറാണെന്ന് എനിക്കറിയില്ല, എന്റെ പേരിൽ കള്ളത്തരം ലോകം മുഴുവൻ പ്രചരിപ്പിച്ചത്. ഇന്ന് വരെ എന്നോട് അതിനെപ്പറ്റി ഒരു വാക്ക് ഇവിടെ വന്നിട്ട് പോലും ചോദിച്ചിട്ടില്ല. പച്ച കള്ളമാണ്. പരസ്യമായി ഇതിന് മാപ്പ് ചോദിച്ചിട്ടില്ലെങ്കിൽ പടച്ച റബ്ബ് അർഹമായത് അവന് നൽകും, അവനത് ഏറ്റുവാങ്ങേണ്ടി വരും. ഈ കള്ളത്തരം പറഞ്ഞവൻ എന്നോട് നേരിട്ട് മാപ്പ് പറയുകയും എന്നോട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് കരഞ്ഞുകൊണ്ട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ത് ഇസ്ലാഹി സേവനമാണ് ഈ ചെയ്തത്?
പടച്ച റബ്ബിന്റെ അടുക്കൽ കൂലി കിട്ടുന്ന കാര്യമാണോ സാലിം ചെയ്തിട്ടുള്ളത്? പുണ്യകർമ്മമാണോ ചെയ്തിട്ടുള്ളത്? നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഇന്നെങ്കിലും ചോദിക്കാൻ സാധിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകുന്നവനാണ് സാലിം. പടച്ച റബ്ബിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകേണ്ടവനാണ്. ഈ സാധുവായ എന്നെപ്പറ്റി ഇത്തരം കള്ളത്തരം പറയിപ്പിക്കുകയും പറഞ്ഞത് പ്രചരിപ്പിക്കുകയും യൂട്യൂബിൽ കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് മുഴുവൻ ആളുകളുടെയും മൊബൈലുകളിലൂടെ പ്രചരിപ്പിച്ച ആളാണ് ഇവിടെ ഈ സദസ്സിൽ ഇപ്പോഴും ഇരിക്കുന്നത്. പൊറുക്കപ്പെടാത്ത ഒരു സകല നന്മകളും നശിച്ചു പോകുന്ന വലിയ കുറ്റമാണ് ഇതെന്ന് സാലിം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണമെന്നാണ് വിനയത്തോട് എനിക്ക് പറയാനുള്ളത്. ആ പറഞ്ഞത് അത്രയും കള്ളമാണ്. എന്തിനാണ് നീ കള്ളം പറഞ്ഞത്? എന്തിനാണ് ഇവനെ കൊണ്ട് കള്ളം സാലിം പറയിപ്പിച്ചത്? എന്തിനാണ് സാലിം ഇത് വൻ കുറ്റമാണിത്. എഴുതി തന്നത് ഇപ്പോൾ എന്റെ കയ്യിലിരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ KKP അബ്ദുള്ള എന്ന് പറയുന്നവനുമായി എനിക്കൊരു ബന്ധവുമില്ല. 4 തവണ ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. ഞാൻ പ്രസംഗിക്കാൻ ചെല്ലുന്നിടത്ത് വന്ന് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഈ KKP അബ്ദുള്ള ISMന്റെ കഴിഞ്ഞ ടേമിലെ പ്രവർത്തക സമിതി അംഗമാണ്. കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ അന്നത്തെ ദഅവാ വകുപ്പ് സെക്രട്ടറിയുടെ കീഴിലുള്ള ദഅവാ സമിതിയിൽ അംഗമാണ്. നിങ്ങൾക്കറിയോ അബ്ദുറഹ്മാൻ സലഫി എവിടെ ഈ KKP അബ്ദുള്ളനെ ഒരു കാര്യത്തിനും കൂട്ടിക്കൊണ്ടുപോയിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല. CP സലീം, നബീൽ എണ്ടത്താണി, ഇവിടെ ഇരിക്കുന്ന മജീദ് സലാഹി, അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ, PK അഷ്റഫ്, താജുദ്ദീൻ സലാഹി, ഇവരൊക്കെ അടങ്ങുന്ന ദഅവാ സമിതിയിലെ ഒരു അംഗമായിരുന്നു അവനെന്ന് ഞാനിപ്പോൾ ദഅവത്തിന്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം മിനിറ്റ്സ് ബുക്ക് വായിച്ചു നോക്കുമ്പോൾ കണ്ടതാണ്. 12 മതപരമായ വിഷയങ്ങൾ പഠിച്ച് അവതരിപ്പിക്കാൻ ഈ KKP അബ്ദുള്ളയെയാണ് KNMന്റെ കഴിഞ്ഞ കാലത്ത് കുഞ്ഞു മുഹമ്മദ് പറപ്പൂർ സെക്രട്ടറിയായിരിക്കെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഇപ്പറഞ്ഞ ആളുകളുടെയൊക്കെ കൂടെയാണ് അവൻ പ്രവർത്തിച്ചത്. അബ്ദുറഹ്മാൻ സലഫി ഒരാവശ്യവും ഏൽപ്പിച്ചിട്ടില്ല. സംഘടനയുടെയോ ആദർശത്തിന്റെയോ ഒരു കാര്യത്തിനും അവനെ ഉപയോഗിച്ചിട്ടില്ല. എന്തേ ഈ ക്ലിപ്പുകാരൻ, ക്ലിപ്പുണ്ടാക്കിയവൻ, കള്ളത്തരം പറയിപ്പിച്ച് ചോദ്യം ചോദിപ്പിച്ചവൻ ഈ കാര്യങ്ങളൊന്നും അന്വേഷിക്കാതിരുന്നത്? ഒരു അബ്ദുറഹ്മാൻ സലഫിയെ തൂക്കിലേറ്റിയാൽ ജിന്നിനോട് സഹായം ചോദിക്കാൻ പറ്റുമോ? അത് വിചാരിക്കണ്ട. 10,000-കണക്കിന് അബ്ദുറഹ്മാൻ സലഫിമാര് പിന്നിൽ വരുമെന്ന് വിചാരിച്ചോ? അതാണ് മുജാഹിദ് പ്രസ്ഥാനം, അതാണ് തൗഹീദ് പ്രസ്ഥാനം. അതല്ലാതെ അവർ അബ്ദുറഹ്മാൻ സലഫിനെ ഇങ്ങനെ ക്രൂശിച്ചാൽ, തൂക്കിലേറ്റിയാൽ അതുകൊണ്ട് ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ലാതാവില്ല. ആ പൂദ്യം വെച്ച് ആരും നടക്കണ്ട. അതിനൊരു KKP അബ്ദുള്ളനല്ല, 1000 KKP അബ്ദുള്ളമാരെ കൊണ്ടോ അബ്ദുള്ള സുല്ലമിമാരെ കൊണ്ടോ അല്ലാത്തവരെ കൊണ്ടോ എന്ത് വേണ്ടാത്തരം പറയിപ്പിച്ചാലും അബ്ദുറഹ്മാൻ സലഫി ആയിട്ട് തന്നെ നിൽക്കും. പക്ഷെ ഞാൻ സാലിം ഇവിടെ ഉണ്ടായിരിക്കെ പരലോകത്തെപ്പറ്റി ബോധമുണ്ടെങ്കിൽ, പടച്ചവനെപ്പറ്റി പേടിയുണ്ടെങ്കിൽ, എനിക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റിയൊരു സന്ദർഭമായതുകൊണ്ട് ആ റബ്ബിനെ പേടിച്ച ആ പരലോകത്തെ ഓർത്ത് ചെയ്ത തെറ്റാണെന്ന് ഇപ്പോഴെങ്കിലും ബോധ്യപ്പെടുന്നുവെങ്കിൽ പശ്ചാത്തപിച്ച് മടങ്ങിക്കോ. ഇല്ലെങ്കിൽ ചെയ്ത നന്മകളൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഹദീസിൽ വന്നതാണ്. ഹദീസ് നിഷേധികളാണല്ലോ എതിർത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് ഹദീസാണ്. മുഫ്ലിസായി പോകാതിരിക്കണമെങ്കിൽ ഇന്ന് രാത്രിയെങ്കിലും സ്വന്തം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഈ ചെയ്ത കുറ്റം ഒരിക്കലും ഇത് മായ്ച്ചു കളയാൻ കഴിയില്ല കേട്ടോ സാലിമേ, മായ്ച്ചു കളയാൻ കഴിയില്ല കേട്ടോ സാലിമേ. എന്നോട് മാത്രമേ ചോദിക്കാൻ പറ്റൂ. എന്നെപ്പറ്റി 10,000-കണക്കിന് മുജാഹിദുകളിലും എന്റെ ഈ പ്രസ്ഥാനത്തിന്റെ ശത്രുക്കൾക്കിടയിലും പ്രചരിപ്പിച്ച ഈ കള്ളത്തരം അവരോട് തിരുത്താൻ ആത്മാർത്ഥമായി ഖേദിച്ചാലും ഈ ഇരിക്കുന്ന സാലിമിനെ കൊണ്ട് സാധിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ക്ഷമിക്കുകയും പടച്ചവൻ മാപ്പ് തരികയും ചെയ്യേണ്ടി വരും.
അല്ലെങ്കിൽ കഴിയില്ല. ഈ സാലിമിന്റെ കൂടെ ഈ കുറ്റത്തിൽ പങ്കുചേർന്ന കുട്ടികളോ വലിയവരോ ആരുണ്ടോ അവരിതിന്റെ ഗൗരവത്തെക്കുറിച്ച് മനസ്സിലാക്കട്ടെ. മേലിൽ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ അത്തരത്തിലുള്ള ദുഷ്ടപ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കട്ടെ. ഇതൊക്കെ ചെയ്തിട്ട് മാന്യന്മാരായി നടക്കും ചെയ്യാം. ഈ ഗീബത്ത് എന്ന് പറഞ്ഞാൽ തൊള്ളോണ്ട് പറയണത് മാത്രം, പേനോണ്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ നെറ്റിലൂടെ മൊബൈലിലൂടെ ചെയ്യുന്നതും ഈ ഗീബത്ത്, ഈ നമീമത്ത് അല്ലെ. ഈ മീറ്റിംഗ് മാത്രല്ല, മീറ്റിംഗ് കൂടലുണ്ട് നെറ്റ് ഉപയോഗിച്ചതാ ഈ മീറ്റിംഗ്. ഇതുപോലെ തന്നെ നെറ്റ് ഉപയോഗിച്ചുള്ള ഗീബത്തും നമീമത്തും ബുഹ്താൻ, ഇല്ലാത്ത കളവ് ചമച്ചുണ്ടാക്കി പറയലാണ് ഈ ബുഹ്താൻ. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചോളി. മുജാഹിദീങ്ങളാണോ, ഈ ആദർശത്തിന്റെ മക്കളാണോ, ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരാണോ, ഇതിന്റെ സംസ്കാരത്തിന്റെ ലാഞ്ചന തട്ടിയവരാണോ, ഈ പണി അവസാനിപ്പിച്ചോളി. എനിക്ക് വേണ്ടിയല്ല, എന്നെപ്പറ്റി ഇതിന്റെ അപ്പുറം ദുനിയാവില് പറയാനൊന്നും ബാക്കില്ല. എന്നെപ്പറ്റി ഇതിന്റെ അപ്പുറം ഒന്നും പറയാൻ ബാക്കില്ല. നിങ്ങൾക്കൊക്കെ നിങ്ങളെ ഭാവനയിൽ എന്തൊക്കെ തോന്നും അതൊക്കെ എന്റെ പേരിൽ വെച്ച് കെട്ടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ നന്മ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ എന്നെപ്പറ്റി എന്നല്ല, എന്നെപ്പറ്റി പറയാതെക്കാനല്ല, ഇതിന്റെ അപ്പുറം എന്താ പറയാ, ഇതിന്റെ അപ്പുറം എന്താ പറയാം. ഈ KKP അബ്ദുള്ള എന്നോട് പയ്യന്നൂരുള്ള ചില പ്രവർത്തകർ പറഞ്ഞു, ഞങ്ങൾ അവനെ എന്ത് ചെയ്യണം നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്താലും അവൻ ചെയ്തതിന് പകരമാവില്ല. അവസാനം ഞാൻ തളിപ്പറമ്പ് അല്ല വളപട്ടണത്ത് ഞാൻ പ്രസംഗിക്കാൻ പോയിരുന്നു. അപ്പൊ അന്ന് അവിടെ KKP അബ്ദുള്ള പരിസരത്തുണ്ട്. അവരവനെ കൂട്ടിക്കൊണ്ടുവന്ന ഒരു വീട്ടിലേക്ക്, ആ വീട്ടിൽ വെച്ച് ഒരാളുടെ മൊബൈലിൽ നിന്ന് ഇത് 15 മിനിറ്റ് നേരം കേട്ടു. അത് കേട്ടിട്ട് ഞാൻ ചോദിച്ചു, അബ്ദുള്ള ഇത് നിന്റെ ശബ്ദമാണോ? അതെ. ഉറപ്പാണോ? അതെ. നീ പറഞ്ഞതാണോ? അതെ. സംശയമില്ലല്ലോ? ഇല്ല. ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? അല്ല. ഇത് കളവാണോ? കളവാണ്. നീ എന്തിനാണ് ഈ കളവ് പറഞ്ഞത്? എനിക്കാകെ നിരാശ വന്നു. നിരാശ വന്നാ കളവ് പറയലാണോ എന്റെ പേരിൽ? അല്ല, അങ്ങനെയല്ല. പിന്നെന്താ? ഈ സാലിമ് എന്നോട് എന്റെ അടുത്ത വലിയ കൂട്ടുകാരനായി അഭിനയിച്ചു. ഇവിടെ ഇരിക്കുന്ന സാലിമിനെ പറ്റി വലിയ അടുത്ത കൂട്ടുകാരനായി അഭിനയിച്ചു. പലപ്പോഴായി എന്നോട് സംസാരിച്ചു. ഒരിക്കലും 2 പ്രാവശ്യവുമല്ല, പലതവണ അവൻ എന്നെക്കൊണ്ട് പലതും പറയിപ്പിച്ചു. പ്രത്യേകിച്ച് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് പനി പിടിച്ച് കിടക്കുന്ന സന്ദർഭത്തിലാണ്. അപ്പൊ അങ്ങനെ എന്തൊക്കെയോ ഞാൻ പറഞ്ഞു. എന്താണ് നിനക്ക് നിരാശ വന്നത്? ഒന്നുമല്ല, സക്കരിയ സ്വലാഹിയെ നിങ്ങൾ വിമർശിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും നിങ്ങൾ വിമർശിക്കുന്നില്ല. സംഘടനാ നേതൃത്വം നിഷ്ക്രിയമാണ്. സക്കരിയ സ്വലാഹി നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനയ്ക്കെതിരിലുള്ള ഈ ഗൂഢാലോചന വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ സംഘടന ഹൈജാക്ക് ചെയ്തു പോകുമെന്നെനിക്ക് തോന്നി. ആ നിരാശയിൽ നിങ്ങളോട് എനിക്ക് വെറുപ്പുണ്ടായി. ആ വെറുപ്പെന്റെ സംസാരത്തിൽ വന്നതാണ്. ഞാൻ എന്തു വേണമെങ്കിലും ഞാൻ ചെയ്യാം. എന്ത് ചെയ്താലും ഈ സാലിമിനും ആ KKPക്കും എന്റെ പേരിൽ അവർക്ക് കരുതിക്കൂട്ടി ചെയ്തുകൂട്ടി പ്രചരിപ്പിച്ചിട്ടുള്ളതിന് പകരം ചെയ്യാൻ അവരുടെ ഈ ജീവിതത്തിൽ അവർക്ക് സാധ്യമല്ല എന്നെനിക്ക് ഉറപ്പാ. അത്ര വലിയ കുറ്റമാണ്. എന്നെപ്പറ്റിയല്ല, വേറൊരാളെ പറ്റിയാണെങ്കിൽ എന്റെ വാക്കൊന്നും ഇങ്ങനെ ആവൂല. എന്നെപ്പറ്റി ആയതുകൊണ്ട് ഞാൻ വളരെ ക്ഷമിച്ചാണ് എന്റെ മനസ്സിന്റെ വികാരങ്ങള്. ഞാൻ TPയും ബാക്കവിയും ഒക്കെ സംസാരിക്കുമ്പോ ഞാൻ അറിയാതെ എന്റെ കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ചാലിട്ട് ഒഴുകി വരികയായിരുന്നു. നിങ്ങളാരും അത് കണ്ടിട്ടില്ല. ഞാൻ എന്തു കുറ്റം ചെയ്തിട്ടാണ് ഈ സാലിമിനോട് അവന്റെ നാട്ടിലേക്ക് 1-2 തവണ പ്രസംഗിക്കാൻ അവന്റെ ബൈക്കിന്റെ ബാക്കിലിരുത്തി എന്നെ കൊണ്ടുപോയി. ഞാൻ അവന്റെ കൂടെ പോയിട്ടുണ്ടെന്നതല്ലാതെ എന്ത് തെറ്റാണ് ഞാൻ അവനോട് ചെയ്തത്? എന്ത് കുറ്റമാണ് ഞാൻ അവനോട് ചെയ്തത്? അവന്റെ കുടുംബത്തോട് ചെയ്തത്? എന്തെങ്കിലും അവർ പറയാൻ ഒക്കുമോ? ഈ KKP അബ്ദുള്ളക്ക് കഴിയുമോ? പിന്നെ എന്തിനാണ് എന്നെപ്പറ്റി ഇങ്ങനെ ചെയ്തത്? ഈ മാലോകരോട് മുഴുവൻ ഇങ്ങനെ പ്രചരിപ്പിച്ചത് ഇവര് പറയാൻ സാധിക്കുമോ? ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തുവെന്ന്? ഒരിക്കലും കഴിയില്ല. ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി പരസ്പരം സ്നേഹിക്കുന്ന ആളുകൾ, പരസ്പരം ബന്ധമുള്ള ആളുകൾ തമ്മിൽ ഭിന്നിപ്പിച്ച് അകറ്റി, അവർക്കിടയിൽ വിദ്വേഷമുണ്ടാക്കി, പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ച് ഇങ്ങനെ ഛിദ്രിച്ചു പോകുന്ന ദുരവസ്ഥ ഉണ്ടാക്കിയതിന്റെ പിന്നിലുള്ള ആ ഖലൂബ് മുഹ്താൽ ആരാണെന്നാണ് കണ്ടെത്തേണ്ടത്. അവനെ തിരിച്ചറിയാൻ സാലിം നിനക്ക് കഴിയണം.
അബ്ദുള്ള നിനക്ക് കഴിയണം, സാലിംമാരെ നിങ്ങൾക്കൊക്കെ കഴിയണം, അബ്ദുള്ളമാരെ നിങ്ങൾക്കൊക്കെ കഴിയണം, എന്റെ പ്രിയപ്പെട്ട കൊച്ചനുജന്മാരെ നിങ്ങൾക്ക് കഴിയണം. എങ്കിലേ നിങ്ങൾ രക്ഷപ്പെടൂ, ഈ ആദർശത്തിന് നിങ്ങൾക്ക് സേവനം ചെയ്യാൻ കഴിയൂ, ഈ പ്രസ്ഥാനത്തെ നിങ്ങൾക്ക് താങ്ങി നിർത്താൻ ഉപദ്രവിക്കാതിരിക്കാനെങ്കിലും കഴിയൂ എന്നൊരു തിരിച്ചറിവിന് ഇന്ന് സാലിമിന്റെ സാന്നിധ്യത്തിൽ അല്പം എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള വികാരം ഞാൻ ലേശം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറയാൻ ഇടവന്നതിൽ നിന്ന് ആർക്കെങ്കിലും തോന്നിയാൽ ഞാൻ കൃതാർത്ഥനാണ് എന്നേ എനിക്ക് പറയാം. അപ്പൊ ആ തരത്തിൽ ഇവൻ അവിടെ വെച്ച് ഞാൻ പറഞ്ഞു എന്ത് ചെയ്തിട്ടും കാര്യമല്ല. അവസാനം ഞാൻ ഇതിനെ സംബന്ധിച്ച് ആളുകളോടൊരു ചെറിയ കുറിപ്പ് കൊടുക്കട്ടെ. ആരാണത് വിശ്വസിക്കുക? ഇത് ആദ്യം പറഞ്ഞതോ ശരി, രണ്ടാമത് പറഞ്ഞതോ ശരി, ആരെങ്കിലും വിശ്വസിക്കുവോ? എന്നാലും അവിടെയുണ്ടായിരുന്ന ഞാൻ ചോദിച്ചോടെ അബ്ദുള്ള, ഈ കൂട്ടത്തിൽ ഈ കാണുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇവിടെങ്ങാനും ഓന്റെ നിഴല് കണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. യസീദ് ഇവിടെ എവിടെങ്കിലും ഉണ്ടോ? നേരത്തെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു നിഴൽ അവിടെ എവിടെയോ പോയും തോന്നുന്നുണ്ട്. ആ യസീദ് ഇവനെ പിടിച്ചുകൊണ്ടുവന്ന ആളാ. അപ്പൊ ഈ യസീദ് ഈ കൂട്ടത്തിൽ ഇവിടെ ഇരിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്പക്കാരനാ. ഈ യസീദുമായി എനിക്കുള്ള ബന്ധത്തിന്റെ 10-1 ബന്ധം നിനക്ക് ഞാനുമായിട്ടുണ്ടോ അബ്ദുള്ള? ഇല്ല. എന്നിട്ട് 40 പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയി. ഒരാളുടെ അടുക്കലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ടോ? ഇല്ല. എം മദനിയുടെ വീട്ടിന്റെ ഗേറ്റിന്റെ പുറത്ത് പ്രവേശനം കിട്ടാതെ കാത്തു നിൽക്കുകയായിരുന്നത്രേ. എന്നിട്ട് ഞാൻ മദനിക്ക് ഫോൺ ചെയ്യാ, അവനൊന്ന് പ്രവേശിച്ചാളി. പച്ച കള്ളം. ഇത് പറയിപ്പിച്ച് അതിപ്പോ നെറ്റിലൂടെ മുഴുവൻ പ്രചരിപ്പിച്ച് എന്ത് പുണ്യാ നേടിയത് ഇതുകൊണ്ട്? ഞാൻ മനസ്സിലൽപ്പം വിഷമിച്ചെങ്കിൽ എനിക്കതിനേക്കാൾ ഈ പ്രസ്ഥാനത്തിനും ആദർശത്തിനും പ്രവർത്തിക്കാനുള്ള ഊർജം എന്റെ റബ്ബെനിക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടൊന്നും ഞാൻ തളരില്ല. അതേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ചോദിച്ചു, മദനിന്റെ പേരേക്ക് ഇവിടെ എത്ര ആള് പോയിട്ടുണ്ടാവും? ഗേറ്റിംഗ് അങ്ങനെ നിന്നിട്ട് സമ്മതം ചോദിച്ചിട്ട് ആരെങ്കിലും ഉള്ളിൽ കയറി ചെല്ലല്? എന്തൊരു നുണയാണ് പറയുന്നതിനും വേണ്ടേ, അത് പ്രചരിപ്പിക്കുന്നതിനും വേണ്ടേ മദനിന്റെ പേരിൽ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ? യഥാർത്ഥത്തില് ഞാനും മദനിയും സക്കരിയ സ്വലാഹി അടക്കം മദീനത്തുൽ ജമിയത്തുലുലമയുടെ നിർവാഹക സമിതി യോഗം നടക്കുമ്പോ മദനി അറിയൊരു KKP അബ്ദുള്ള 3-4 വട്ടായി വിളിക്കുന്നു. അത് മറ്റേ ചങ്ങായിയാണ്, ഓനിങ്ങനെ സക്കരിയാനെ പറ്റിയുള്ള പരാതിയായിട്ട് വന്നതായിരിക്കും. നിങ്ങളൊരു കാര്യം ചെയ്താളി, നിങ്ങൾ അതെന്താണോ എന്ന് വിചാരിച്ചാല് അത് വാങ്ങിക്കളി. മദനി ആ മീറ്റിംഗിന്റെ അടിയിൽ വരാന്തയിൽ ചെന്ന് നിന്ന് ഒരു സീഡിയും കടലാസും ഉണ്ടായിരുന്നു, അത് വാങ്ങി ഞങ്ങൾ മീറ്റിംഗിലാണ്, ഞാൻ പിന്നെ നോക്കിക്കോളാറിന് പറഞ്ഞയച്ചു. ഇതാണ് ലാപ്ടോപ്പ് തുറന്ന് ഡോക്യുമെന്ററി കാണിച്ചു കൊടുത്ത് അരമണിക്കൂർ അവിടെ കാത്തുനിന്ന് സെൽഫി വിളിച്ചു പറഞ്ഞിട്ടാണ് ഉള്ളിൽ പ്രവേശനത്തിന് അനുമതി കിട്ടിയത്. എന്നിട്ട് മദനി ഇതൊക്കെ കണ്ടു എന്ന് പറഞ്ഞിട്ട് പച്ച നോണ. ഇതൊരു കളവാണ്. അതാണ് ഒപ്പം അന്നുണ്ടായിരുന്നത് ഈ സിദ്ദീഖും വേറെ ഏതോ 2 ആളും ഉണ്ട്, എനിക്ക് പോലെ പേരൊന്നും എനിക്ക് ഓർമ്മല്ല. ആ സിദ്ദീഖാണ് നേരത്തെ കായക്കൊടി പറഞ്ഞല്ലോ, കണ്ണൂര് വെച്ചിട്ട് ഞാൻ ഉണ്ടായിരുന്നു KKPന്റെ കൂടെ. ഒരു സ്ഥലത്തേക്കും സെൽഫി ഞങ്ങളെ പറഞ്ഞിട്ടില്ല, നമ്മളൊപ്പം വന്നിട്ടില്ല. ഈ നുണ കേട്ടിട്ട് എന്നെ സ്നേഹിക്കുന്ന, എന്നെ ബഹുമാനിക്കുന്ന, എന്നോട് ചങ്ങാത്തം പുലർത്തുന്ന എത്ര ആളിപ്പോ കണ്ടാമുണ്ടാടക്കുന്നുണ്ട് അറിയങ്ങള്? ആരാണ് ഇതിന് ഉത്തരവാദി? ആരാണ് ഈ കള്ളം പറഞ്ഞവൻ? ആരാണ് ഈ ബന്ധം മുറിച്ചവൻ? ആരാണ് ഈ ചിത്രതയുണ്ടാക്കിയവൻ? ആരാണ് ഈ കദൂബ് മുഹ്താൽ? അവനെ പിടിക്കണം, ശാഖ പിടിക്കണം, മണ്ഡലം പിടിക്കണം, ജില്ല പിടിക്കണം, MSM പിടിക്കണം, ISM പിടിക്കണം, KNM പിടിക്കണം. അത്തരത്തിലുള്ള കള്ളപ്രചരണം തമ്മിൽ തെറ്റിക്കുന്നവരെ അവരെയാണ് പിടിക്കേണ്ടത്, അവരെയാണ് നിയന്ത്രിക്കേണ്ടത്. ഇല്ലെങ്കിൽ അവരാണ് ഇത് മുഴുവൻ നശിപ്പിക്കുക. ഈ ജാതി കള്ളപ്രചരണമല്ലേ ഉസ്മാൻ ബിൻ അഫ്ഫാനെതിരിൽ നടത്തിയിട്ട് അവസാനം ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ രക്തവുമായിട്ടാണ് അവർ മടങ്ങിയത്. ഇതുപോലെ നിങ്ങൾ ആരുടെ രക്തം ദാഹിച്ചാ നടക്കുന്നത്? ആരുടെ രക്തമായി ഇവർക്ക് വേണ്ടത്? അതൊക്കെ നിർത്തിക്കളി മക്കളെ, നിർത്തിക്കളി. ഇനിത് തുറന്ന് പറയേണ്ടി വരും, പറയിപ്പിക്കരുത്. ചെയ്തവർ ചെയ്തേടത്തി വെച്ച് നിർത്തുക. ഇനിയെങ്കിലും നിങ്ങൾക്ക് ബോധം വേണം. അതാണ് ഈ സാധനം. ഇവൻ സംസാരിച്ച് ഒരു കത്ത് എഴുതിയിട്ട് അത് യസീദ് റെക്കോർഡ് ചെയ്ത് അതും യൂട്യൂബ് കയറ്റി. ഈ കത്ത് അതുകൊണ്ട് എന്റെ അടുത്തത് 2 ഇരിക്കുന്നുണ്ട്, ഞാൻ അത് ആർക്കും കൊടുക്കാൻ പോണില്ല. നേരത്തെ പറഞ്ഞല്ലോ ബാക്കവി, ആ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഈദാൻ എഴുതി തന്ന അറബിയിൽ
ഞാൻ ഇന്ന് വരെ അദ്ദേഹത്തോട് ഒരു വ്യക്തിപരമായ ആവശ്യവും പറഞ്ഞിട്ടില്ലെന്നും ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു നയാ പൈസ കൈപ്പറ്റിയിട്ടില്ലെന്നും എഴുതി അദ്ദേഹം ഒപ്പിട്ട് തന്ന കത്ത് എന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ഇന്നലെ പോലും ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഈ ഹനീഫ് അനസ് മൗലവി, ഹനീഫ് കായക്കൊടി ഇവര് പറഞ്ഞു, സർ നിങ്ങൾ ആ കത്തൊന്ന് തരികയൊന്ന് നെറ്റിലെടുത്ത് അത് ഇടണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഏതായാലും എന്നെ അനുകൂലിച്ചാണെങ്കിലും പ്രതികൂലിച്ചാണെങ്കിലും എന്റെ പേരാണല്ലോ ഈ പറയണത്, എന്നെ പറ്റിയാണല്ലോ അത്.